കാസർഗോഡ് നാലുതടുക്കിയിലെ ജസീലയുടെ മരണത്തിൽ ആരോപണ വിധേയരായവരെ പോലീസ് ചോദ്യം ചെയ്യും. ജസീലയുടെ അയൽവാസിയായ സുഹൃത്തിന്റെ മാതാവ്, ഭർത്തൃമാതാവ് എന്നിവരെയാണ് ചോദ്യം ചെയ്യുക. ഇവർ വ്യാജ മോഷണ കുറ്റം ആരോപിച്ച് അപമാനിച്ചതിനാലാണ് ജസീല ജീവനൊടുക്കിയതെന്നാണ് കുടുംബത്തിന്റെ പരാതി. 3 പേർക്കെതിരെയും ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്താനാണ് സാധ്യത. അതേസമയം മോഷണക്കേസിൽ ജസീലയുടെ മൊഴിയെടുത്ത് വിട്ടയക്കുകയാണ് ചെയ്തത് എന്നാണ് പോലീസിന്റെ വിശദീകരണം. VS രഞ്ജിത്ത് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രഞ്ജിത്ത്, ഈ മരണത്തിന് മുമ്പ് ജസീല ചിത്രീകരിച്ചിരുന്ന ഒരു വീഡിയോ അത് നമ്മൾ ഇന്നലെ കണ്ടതാണ്. അതുപോലെ കുടുംബമുയർത്തുന്ന ഗുരുതര സ്വഭാവത്തിലുള്ള ആരോപണം, ഏറ്റവും പ്രധാനം ഇതിൽ ആരോപണം ഒന്ന് പോലീസിനെതിരെ കൂടിയാണ് എന്നതാണ് രഞ്ജിത്ത്. രജിത്ത്, തീർച്ചയായിട്ടും ഈ ആരോപണത്തിന്റെ മുന 2 പേർക്കെതിരെയാണ്. ഒന്ന് പോലീസിനെതിരെ. പോലീസ് ചോദ്യം ചെയ്യുമ്പോൾ വനിതാ പോലീസിന്റെ പോലും സാന്നിധ്യമില്ലാതെ മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുന്ന തരത്തിൽ, അതായത് മോഷണ കുറ്റം ആരോപിച്ച് മോഷ്ടാവ് എന്ന രീതിയിൽ തന്നെ ചോദ്യം ചെയ്തു എന്നുള്ളതാണ് ഈ ജസീലയുടെ ഒന്നാമത്തെ ആരോപണം. 2, തനിക്കെതിരെ ഉയർന്നത് വ്യാജ മോഷണ കുറ്റം ആരോപണമാണ് എന്നുള്ളതാണ്. അതിലേറ്റവും പ്രധാനമായിട്ടും ഈ ജസീലയുടെ ഭർത്താവിന്റെ സുഹൃത്തിന്റെ മാതാവ്, അതുപോലെ തന്നെ ജസീലയുടെ ഭർത്തൃമാതാവ് തുടങ്ങിയവരാണ് അതിൽ ആരോപണ വിധേയരായിട്ടുള്ളത്. ഈ ആരോപണ വിധേയരായവരെ മുഴുവൻ ഇന്ന് വിദ്യാനഗർ പോലീസ് ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിപ്പിക്കും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവർക്കെതിരെ ആത്മഹത്യാ പ്രേരണയ്ക്ക് കുറ്റം ചുമത്താൻ സാധിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ ആദൂർ പോലീസിനെതിരെയാണ് പരാതിയുള്ളത്. ആദൂർ പോലീസ് ഈ കുറ്റം നിഷേധിക്കുകയാണ്. അത്തരത്തിൽ ഈ പെൺകുട്ടിയെ മാനസിക സമ്മർദ്ദത്തിലാക്കുന്ന ഒന്നും പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. ചോദ്യം ചെയ്ത് വിട്ടയക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ വനിതാ പോലീസിന്റെ സാന്നിധ്യമില്ലാതെ ചോദ്യം ചെയ്തു എന്ന ആരോപണത്തിന് പോലീസ് മറുപടി പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഏതായാലും ഈ ജസീലയുടെ ഭർത്താവിന്റെ സുഹൃത്തിന്റെ വീട്ടിൽ മാല മോഷണം പോയതുമായി ബന്ധപ്പെട്ടാണ് ജസീലയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുകയും ആരോപണം ഉയരുകയും ചെയ്തത്. കഴിഞ്ഞ ഞായറാഴ്ച ഇതിനെ തുടർന്ന് മാനസിക സമ്മർദ്ദത്തെ തുടർന്ന് ജസീല വിഷം കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിക്കുകയായിരുന്നു. ഈ ഞായറാഴ്ച കഴിഞ്ഞ ദിവസം ഇന്നലെയാണ് ജസീല മരണപ്പെട്ടത്. ശരി, VS രഞ്ജിത്ത് വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. എന്തായാലും പോലീസിനെതിരെ, അയൽവാസികൾക്കെതിരെയൊക്കെയാണ് ഗുരുതര സ്വഭാവത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നിരിക്കുന്ന. അന്വേഷണം നടക്കും.